NCP കോഴിക്കോട് ജില്ലാ പ്രസിഡന്റ് മുക്കം മുഹമ്മദിന്റെ പ്രസ്താവനയ്ക്കെതിരെ AK ശശീന്ദ്രൻ വിഭാഗം. സ്ഥാനാർത്ഥിയാകാൻ കുപ്പായമിട്ട് നടക്കുന്ന ആളല്ല AK ശശീന്ദ്രൻ എന്ന് NCP സംസ്ഥാന ജനറൽ സെക്രട്ടറി PA റസാഖ് മൗലവി പറഞ്ഞു. വാളെടുത്തവർ എല്ലാവരും വെളിച്ചപ്പാടാകുന്ന രീതിയല്ല NCPക്കുള്ളത്. തെരഞ്ഞെടുപ്പ് കമ്മിറ്റിയാണ് സ്ഥാനാർത്ഥികളെ സംബന്ധിച്ച് ചർച്ച ചെയ്യേണ്ടതെന്നും അത് ആരംഭിച്ചിട്ടില്ലെന്നും PA റസാഖ് മൗലവി മീഡിയ വണിനോട് പറഞ്ഞു. AK ശശീന്ദ്രൻ എന്ന് പറയുമ്പോൾ ഈ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് കേരളത്തിൽ ഒരു പൊതു സ്വീകാര്യതയുണ്ട്. നമ്മുടെ പാർട്ടിയുടെ മുതിർന്ന നേതാവാണ്. അപ്പോൾ അദ്ദേഹം സ്വയം ഷർട്ടിടുന്ന ഏർപ്പാടിയൊന്നും ഉണ്ടായിട്ടില്ല. ഇതിനൊരു സിസ്റ്റം ഉണ്ട്. വാളെടുത്ത ആളുകളൊക്കെ വെളിച്ചപ്പാടാകുന്ന ഏർപ്പാട് ഞങ്ങളുടെ പാർട്ടിയിലില്ല, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കുമില്ല. സീറ്റ് പിന്നെ പൂർത്തീകരിച്ചതിന് ശേഷമാണ് നമ്മൾ ഈ സ്ഥാനാർത്ഥിയെക്കുറിച്ച് ഡിസ്കസ് ചെയ്യുക. ദേശീയ നേതൃത്വമാണ് അന്തിമമായി സ്ഥാനാർത്ഥിയെ ഡിക്ലെയർ ചെയ്യുന്നു, തീരുമാനിക്കുന്നു. സ്വയം സ്ഥാനാർത്ഥിയാകുന്ന ഏർപ്പാടൊന്നും ഞങ്ങളുടെ പാർട്ടിയിലും ഞങ്ങളുടെ മുന്നണിയിലില്ല. സാജിദ് അജ്മൽ വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട്. സാജിദ, വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പ് അതിൽ AK ശശീന്ദ്രന്റെ സ്ഥാനാർത്ഥിത്വം ചൊല്ലിയുള്ള തർക്കങ്ങൾ തന്നെയാണ് അവിടെ നടക്കുന്നതല്ലേ? ഈ NCPയിലെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവാണ് AK ശശീന്ദ്രൻ. AK ശശീന്ദ്രൻ ഇത്തവണ മാറി നിൽക്കണമെന്നാണ് മുക്കം മുഹമ്മദും അതോടൊപ്പം തന്നെ NCPയിലെ ഒരു വിഭാഗവും പറയുന്നത്. അവിടെ മുക്കം മുഹമ്മദ് ഉൾപ്പെടെയുള്ള ആളുകൾക്ക് മത്സരിക്കാൻ താല്പര്യമുണ്ട് എലത്തൂർ മണ്ഡലത്തിൽ. എന്നാൽ AK ശശീന്ദ്രൻ വിഭാഗത്തിൻ്റെ ആളുകൾ പ്രധാനമായും പറയുന്നത് ഈ സീനിയർ നേതാവും മന്ത്രിയുമായ AK ശശീന്ദ്രൻ തന്നെ എലത്തൂരിൽ മത്സരിച്ചാലാണ് വിജയ സാധ്യത ഉള്ളൂ എന്നുള്ളതാണ്. അദ്ദേഹത്തിന് ഒരു ജനകീയ മുഖം ഉണ്ട്. അതിന് പകരം മറ്റാളുകൾ മത്സരിക്കുന്നത് ഗുണകരമാവില്ല എന്നുള്ളതാണ് അവർ വിലയിരുത്തുന്നത്. എന്തായാലും സ്ഥാനാർത്ഥി നിർണയത്തിലേക്ക് പോയിട്ടില്ല. അതോടൊപ്പം തന്നെ സാമുദായിക സമവാക്യങ്ങളുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ കൂടി ഈ AK ശശീന്ദ്രൻ വിഭാഗത്തിലുള്ള ആളുകൾ ഉന്നയിക്കുന്നുണ്ട്. ഈ കുട്ടനാട് സീറ്റ് മിക്കവാറും ഒരു ക്രിസ്ത്യൻ ന്യൂനപക്ഷ വിഭാഗത്തിന് പോകും. പിന്നീടുള്ളത് കോട്ടക്കൽ സീറ്റാണ്. അവിടെയും മുസ്ലിം ന്യൂനപക്ഷത്തിലെ ആളുകളാണ് മത്സരിക്കാൻ സാധ്യത. പിന്നീട് ഉള്ള എലത്തൂർ സീറ്റ്, ആ സീറ്റിൽ കൂടി ഏതെങ്കിലും ഒരു ന്യൂനപക്ഷ വിഭാഗത്തിലുള്ള ആളുകൾ എന്നുള്ളതിന് പകരം AK ശശീന്ദ്രനെ പോലുള്ള ആളുകൾ മത്സരിക്കട്ടെ എന്നുള്ളതാണ്. അദ്ദേഹത്തിൻ്റെ പ്രായാധിക്യം ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണ് മറുവിഭാഗം ചൂണ്ടിക്കാട്ടുന്നത്. എന്തായാലും NCPക്ക് അകത്ത് ഈ എലത്തൂർ സീറ്റുമായി ബന്ധപ്പെട്ട ഈ തർക്കം തുടരാൻ തന്നെയാണ് സാധ്യത. ശരി സാജിദ്.